ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ ഫ്രം മൊസൈക്ക് ഇന്ത്യ. മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിവ് ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. സംസ്കാരമായും ആയുധമായും ഉപജീവന മാർഗമായും ഒക്കെ നമ്മൾ നേടിയ അറിവ് നമ്മുടെ ജീവിത വ്യവസ്ഥയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും ഒക്കെ ഭാഗമാണ്. നാം നേടിയ അറിവ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് ഫലവത്താകുന്നത്. അറിവ് ഉപയോഗിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ നമ്മൾ നേടിയ അറിവ് സമൂഹത്തിനും തനിക്കും പ്രയോജനപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനം. കയ്യിലൊരു ടോർച്ച് ലൈറ്റ് ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഇരുട്ടിൽ തപ്പുന്നവനെ പോലെയാണ് അറിവുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താത്തവർ. ഇനി നമുക്ക് പൂന്തോട്ടത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ഒന്നോർത്തു നോക്കാം. കണ്ണിനും മനസ്സിനും വർണ്ണവിസ്മയമൊരുക്കുന്ന പൂന്തോട്ടം എന്നും നമുക്കൊരു ഹരമാണ്. 10 മണിപ്പൂക്കളെ തലോടിയും സൂര്യകാന്തിയോടും 4 മണിപ്പൂക്കളോടും മറ്റും കഥ പറഞ്ഞും നമ്മളൊക്കെ വിരസതയകറ്റാൻ കണ്ടെത്തുന്നൊരിടം കൂടിയാണിത്. എന്നാൽ ഈ പൂന്തോട്ടം അറിവിൻ്റെ ഖനി കൂടി തുറക്കുന്നൊരിടം കൂടി ആവുന്നതിനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അറിവ് നേടാനും അത് പരസ്പരം പങ്കുവയ്ക്കാനും ഉതകുന്ന ഒരു പുത്തൻ വേദിയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്: ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി. മധ്യ തിരുവിതാംകൂറിൽ ഈ നവ ആശയവുമായി എത്തിയിട്ടുള്ളത് തിരുവല്ലയിലെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻ്ററാണ്. ലൈബ്രറി അഥവാ ഗ്രന്ഥശാല അറിവ് പകരുന്ന പുസ്തകങ്ങളുടെ ശേഖരമാണല്ലോ. ഇനി ഹ്യൂമൻ ലൈബ്രറി എന്താണെന്നല്ലേ? പുസ്തകങ്ങൾ വായിച്ചും അനുഭവ സമ്പത്ത് കൊണ്ട് ആർജിച്ചതുമായ അറിവും വിജ്ഞാനവും വിദഗ്ധർ തന്നെ നേരിട്ട് മറ്റുള്ളവർക്ക് വാക്കുകളിലൂടെ പകർന്നു നൽകുന്നൊരിടം. അതാണ് ഹ്യൂമൻ ലൈബ്രറി. ഈ ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം കൊണ്ടുവന്നത് തന്നെ ഡെൻമാർക്കുകാരാണ്. ലോകത്താദ്യം ഇത് ആവിഷ്കരിച്ചതും ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് 2000 ആണ്ടിൽ. ഇന്ത്യയിൽ ആദ്യം ഹ്യൂമൻ ലൈബ്രറി തുടങ്ങിയത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ഇന്ന് കേരളം ഉൾപ്പെടെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു തുടങ്ങി പലയിടത്തും ഇത്തരം സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഹ്യൂമൻ ലൈബ്രറി പ്രവർത്തിക്കുന്നത് കോളേജിനോട് ചേർന്ന പൂന്തോട്ടത്തിലാണ്. അങ്ങനെയാണ് ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി എന്ന പേര് വന്നത്. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ബെന്യാമിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ആദ്യത്തെ ഹ്യൂമൻ ബുക്കായി അറിവ് പങ്കുവയ്ക്കുവാൻ എത്തിയതും. ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുമായി സംവദിച്ച് തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മെഡിക്കൽ രംഗത്ത് പ്രാവീണ്യവും പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ളവർ തങ്ങളുടെ അനുഭവജ്ഞാനം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറിയുടെ ബ്രെയിൻ എന്ന് പറയാവുന്ന പുഷ്പഗിരിയിലെ ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ ചാണ്ടി എബ്രഹാം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒരു ക്ലാസ് റൂം ലേണിങ്ങിനേക്കാൾ ഉപരിയായി ലേണിംഗ് പർപ്പസ് കുറച്ചും കൂടി മനോഹരമാക്കുവാൻ, പ്രത്യേകിച്ച് ഇന്ന് ഒരു സ്പേസ് ആൻഡ് ആംബിയൻസ് ആണ് എഡ്യൂക്കേഷൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർക്ക് ലേൺ ചെയ്യുന്ന അവർ ആറ്റിറ്റ്യൂഡുണ്ട്. ചില കുട്ടികൾ നടന്നു പഠിക്കുന്നു, ചില കുട്ടികൾ സ്റ്റെപ്പിലിരിക്കുന്നു, മറ്റു ചില ആളുകൾ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുന്നു, മറ്റു ചിലർ ഒരു ക്യാബിൻ സ്പേസിലിരുന്ന് പഠിക്കുന്നു, മറ്റു ചിലർക്ക് ഗാർഡനിലിരുന്ന് പഠിക്കാൻ ആഗ്രഹം. അപ്പം ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രകൃതിയോട് ഇണചേർന്ന് പഠിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ്റെ അകത്ത് ഓക്സിജൻ കണ്ടൻറ്റ് ഏറ്റവും ലഭ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ദിവസേനയുള്ള ക്ലാസ്സുകൾക്ക് ശേഷം ഒരു ഈവനിങ് 6 o'clock ചേർന്ന് ഒരു നൈറ്റ് വൈബിൽ ഒരു ചെറിയ മ്യൂസിക്കോടുകൂടി ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം മെഡിക്കൽ പ്രൊഫഷണൽ, കേരളത്തിലുടനീളമുള്ള എക്സ്പെർട്ടൈസുകളായ മെഡിക്കൽ പ്രൊഫഷണലുകൾ പുഷ്പഗിരിയിലെയും നിയർ ബൈ ഹോസ്പിറ്റലുകളിലെയും മറ്റ് പ്രൊഫഷണലുകൾ കടന്നു വന്ന് അവരുടെ ജീവിതത്തിലെ പ്രൊഫഷണൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഇവിടുത്തെ കുട്ടികളോടും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകരോടും ഇവിടുത്തെ സ്റ്റാഫുകളോടും അവരുടെ ജീവിതത്തിലുണ്ടായ പ്രൊഫഷണൽ എക്സ്പീരിയൻസുകൾ, ടെസ്റ്റിമണീസ് ഷെയർ ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റ് യൂറോപ്പിൽ നിന്നാണ് ഉടനെടുത്തത്. പല യൂറോപ്യൻ കൺട്രീസിലും, എസ്പെഷ്യലി അമേരിക്ക ആൻഡ് കാനഡ ആൻഡ് UK ഈ സ്ഥലങ്ങളിൽ ഈ ഹ്യൂമൻ ലൈബ്രറി നേരത്തെ ഉള്ളതാണ്. എന്നാൽ അത് ഒരു പ്രത്യേക ഇടങ്ങളിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമുകളിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കിടന്നിരുന്നതാണ്. എന്നാൽ ഒരു ഗാർഡൻ്റെ അകത്തുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത്
ഡെവലപ്പ് ചെയ്യുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ സായാഹ്നത്ത് എല്ലാവർക്കും കടന്നു വന്നിരുന്ന് പഠിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാനുമുള്ള ഒരു അവസരമാണിത്. ഇനിഷ്യലി ഇതിൻ്റെ കോൺസെപ്റ്റുകൾ മെഡിക്കൽ എക്സ്പെർട്ടുകളുടെ മറ്റുള്ള ഇവിടുത്തെ സ്റ്റുഡൻസിനും സ്റ്റാഫിനും പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിലുപരിയായി ഇത് ഒരു മറ്റ് പല തലത്തിലേക്ക് പബ്ലിക്കിനും സാധാരണക്കാർക്കും അതുകൊണ്ട് തന്നെ ഈ ഇതിലേക്ക് കടന്നു വരുന്ന ഏവർക്കും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ നിവർത്തിക്കുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഹ്യൂമൻ ലൈബ്രറീസ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും റൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഗാർഡനോട് കൂടിയുള്ള ഒരു ലൈബ്രറി ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ഫിലിപ്പ്. ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരുപക്ഷെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഒരു യുഗത്തിൽ ഒരു പഴയ കൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷേ നമ്മൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കൺസെപ്റ്റ്. അതായത് ലേണിംഗ് ബിക്കംസ് മോർ എഫക്റ്റീവ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം എന്നുള്ളൊരു. അപ്പം ക്ലാസ് റൂമിന് വെളിയിലേക്ക് ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ കൊണ്ടുപോവുക. സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സീനിയർ ഫാക്കൽറ്റിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുക. ആ സമയത്ത് സ്റ്റുഡൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും UG സ്റ്റുഡൻസും നമ്മുടെ ഏതെങ്കിലും ഒരു സീനിയർ ഫാക്കൽറ്റിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. ഒരു ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ അതിന് ചുറ്റും ഒരു നല്ലൊരു ഗാർഡനും പ്രകൃതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാണും. അത് ഒരു മെൻ്റൽ വെൽബീയിങ്ങും എല്ലാവർക്കും നൽകും. അപ്പം ലേണിംഗ് കൂടുതൽ ഒരു എഫക്റ്റീവ് ആകും വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. സാധാരണക്കാർക്ക് അവരുടെ രോഗങ്ങളെ പറ്റിയൊക്കെയുള്ള ആശങ്കകൾ അവർക്ക് ഈ എക്സ്പേർട്സിനോട് ചോദിച്ച് അറിയുവാനൊക്കെയുള്ള ഒരവസരം കൂടി ഉണ്ടാകുമോ ഇവിടെ? ഇത് മെയിൻലി നമ്മൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ് ഇത് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും. അപ്പോൾ അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്സ്, ഒരു ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ, ലേണിംഗ് അതിൻ്റെ ഒരു പുതിയ ഒരു ആശയം എന്ന് അതിനുവേണ്ടി പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കൺസെപ്റ്റും നല്ലതാണ്. പേഷ്യൻസിനും ഒരു ഡോക്ടറുമായിട്ടൊരു അണ്ടർ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് നേച്ചർ ഇൻട്രാക്ട് ചെയ്യുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പം നമ്മൾ മെയിൻലി സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണിത്. നമ്മളൊരു ശാന്തമായ ഒരു എൻവോൺമെൻറ്റിലും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവോൺമെൻറ്റിലും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഭാവിയിൽ ഇതിനെ നമുക്ക് ഉപകരിക്കാം. ഈ ഒരു കൺസെപ്റ്റ്, ഒരു ബ്ലെൻഡ് ഓഫ് നേച്ചർ, ലേണിംഗ്, മ്യൂസിക്, എവറിഥിങ്. പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റിയുടെ CEO ഫാദർ ജോസ് കല്ലുമാലിക്കൽ. പുസ്തകങ്ങളിലൂടെയും ക്ലാസ് മുറികളിലൂടെയും കിട്ടുന്ന അറിവിൽ നിന്ന് വ്യത്യസ്തമായി വിജ്ഞാനം ഏറെ ആനന്ദകരമാക്കുന്നതിന് മനുഷ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് നടപ്പാക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി. പുഷ്പഗിരി ഡയറക്ടർ ഫാദർ ജോർജ് വലിയപറമ്പിൽ. ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾക്ക് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. പ്രത്യേകിച്ച് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ മനോഹരമായ ഗാർഡൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളിൽ മനോഹരമായി വിദ്യാഭ്യാസ സാധ്യതകളെ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും അതോടൊപ്പം ചേർന്ന് ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ കുട്ടികളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലും അല്ലെങ്കിൽ കോളേജും തിരുവല്ല പ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ കടന്നു വരികയും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അതിലൂടെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അറിവിനെ പകർന്നു കൊടുക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുക, പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി എന്ന കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ ആരംഭിക്കുന്നത്. അത് ഇവിടുത്തെ ഡോക്ടേഴ്സിനും അധ്യാപകർക്കും കുട്ടികൾക്കും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഈ ഗാർഡൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിദ്യ സ്വായത്തമാക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറി എന്ന കോൺസെപ്റ്റ് കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും, ലോകം മുഴുവനും വ്യാപിക്കട്ടെ. അവരുടെ പഠനം ഒരുപക്ഷെ ഒരു ഗുരുകുല സമ്പ്രദായത്തിലെ ആ സിസ്റ്റത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ. അറിവിൻ്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നിടുന്ന ഇത്തരം ഹ്യൂമൻ ലൈബ്രറികൾ സമൂഹത്തിന് മാർഗദർശനമേകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മലയാളിക്ക് മുൻപിൽ ഇനിയും കൂടുതൽ ഹ്യൂമൻ ഗാർഡൻ ലൈബ്രറികൾ തുറക്കുന്ന കാലം വിദൂരമല്ല എന്ന പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ രാധാകൃഷ്ണൻ കുറ്റൂർ.